കോപ്പിയടി വിവാദത്തിൽ ഐ ജി ടി ജെ ജോസിനെതിരെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ മൊഴി. ഐ ജി കോപ്പിയടിക്കുന്നത് കണ്ടില്ലെങ്കിലും കോപ്പിയടിക്കാനുള്ള ശ്രമം നടന്നതായി പരീക്ഷാ ഹാളിലെ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമായതായി ചിലർ സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് മുന്നിൽ മൊഴി നൽകി. പരീക്ഷാ ഹാളിൽ അസ്വാഭാവികമായ സംഭവങ്ങൾ നടന്നതായും ഓഫീസർമാരുടെ മൊഴി ഉണ്ട്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ ഐ ജി ടി ജെ ജോസിനൊപ്പം പരീക്ഷ എഴുതിയ 5 ജുഡീഷ്യൽ ഓഫീസർമാരിൽ നിന്നുമാണ് ഉപസമിതി മൊഴിയെടുത്തത്. ഇതിൽ 3 പേർ ഐ ജിയുടെ തൊട്ടടുത്തിരുന്ന് പരീക്ഷ എഴുതിയവരാണ്. ഐ ജി തുണ്ടുകടലാസ് ഉപയോഗിച്ച് കോപ്പിയടിക്കുന്നത് കണ്ടില്ലെങ്കിലും പരീക്ഷാ ഹാളിൽ അസ്വാഭാവികമായ നീക്കങ്ങൾ ഉണ്ടായതായി ഇവർ മൊഴി നൽകി. പരീക്ഷ തുടങ്ങി 15 മിനിറ്റിനുള്ളിൽ ഒരു വനിതാ ജീവനക്കാരി വന്ന് ഐ ജിയോട് എന്തോ സംസാരിക്കുന്നത് കണ്ടു. അത്രയും നേരം അവർ ജനലിലൂടെ ഐ ജിയെ നിരീക്ഷിക്കുകയായിരുന്നു. അവർ വന്നതിനു ശേഷം അസ്വസ്ഥനായി എഴുന്നേറ്റ ഐ ജി ടി ജെ ജോസ് തൂവാല കൊണ്ട് മുഖം തുടച്ച് വേഗം ഹാൾ വിട്ട് പുറത്തേക്ക് പോയി. സാഹചര്യ തെളിവുകളും ഐ ജിയുടെ മുഖഭാവവും വെച്ച് നോക്കുമ്പോൾ കോപ്പിയടിക്കാനുള്ള ശ്രമത്തിനിടെ പിടിക്കപ്പെട്ടതാകാമെന്നും ജുഡീഷ്യൽ ഓഫീസർമാർ മൊഴി നൽകി. ജുഡീഷ്യൽ ഓഫീസർമാരുടെ മൊഴി കൂടി എതിരായതോടെ ഉപസമിതി ഈ മാസം 11-ന് സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ട് ഐ ജിക്ക് എതിരാകുമെന്ന കാര്യം ഉറപ്പായി. ഉപസമിതിക്ക് ഐ ജിക്കെതിരെ ശിക്ഷ വിധിക്കാമെങ്കിലും തീരുമാനം ഫുൾ സിൻഡിക്കേറ്റിന് വിടാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ഐ ജി ടി ജെ ജോസിനെ 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യാനാണ് സാധ്യത. എന്നാൽ പദവിയും മറ്റു കാര്യങ്ങളും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അത് 3 വർഷം വരെ നീളാനും ഇടയുണ്ട്. മാത്രവുമല്ല ഐ ജി എഴുതിയ എല്ലാ പരീക്ഷകളും റദ്ദാക്കുകയും ചെയ്യും. കോട്ടയത്ത് നിന്നും സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ.